നമ്മൾ ഉദ്ദേശിച്ചത് 10 തറ ആണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ബഹുമാനപ്പെട്ട അന്ന് കോഴിക്കോട് മേയർ ഉദ്ഘാടനം ചെയ്ത് അത് നമ്മൾ 15-ലേക്കായി, 15-20-ലായി, 25 ഇൻഷാ അല്ലാഹ് ഒരു 25-ലേക്ക് എത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം. യത്തീം കെയർ, ആ യത്തീം കെയറിലൂടെ ഏകദേശം 65ഓളം വീടുകൾ, 65ഓളം യത്തീം കെയറിൻ്റെ കുടുംബങ്ങൾക്ക് ധനസഹായങ്ങളും അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യത്തിനുള്ള സഹായങ്ങളും നാം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സൊസൈറ്റീസ് ഇങ്ങനെ റെലവൻ്റ് ആയിട്ടും കുറേ കാലം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ പോയിന്റ് മെമ്പേഴ്സിൻ്റെ ഉദ്ദേശശുദ്ധി ആൻഡ് നിയത്തുണ്ടല്ലോ, നിയത്ത് കറക്റ്റ് ആണെങ്കിൽ മുന്നോട്ട് പോകുന്ന പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആരും അതൊരു പബ്ലിസിറ്റിക്കോ ഒരു വളരെ ലോക്കി ആയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പം ബേസിക്കലി അതൊരു ആൾക്കാരെ സോഷ്യലായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSCO വർക്ക് ചെയ്യുന്നുള്ള എനിക്ക് തോന്നി. സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് ബിൽഡിംഗ് ഹൗസസ്, ബട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പോൾ കിണറുണ്ടാക്കുക, ശൗചാലയങ്ങൾ ഉണ്ടാക്കുക, എഡ്യൂക്കേഷണലായിട്ട് ഐ തിങ്ക് യു ആർ ഡൂയിങ് ലോട്ട് ഓഫ് തിങ്സ്. ITI is there. Then you do this Yatim care is there. You do this award sessions in the library. എല്ലാം എനിക്ക് അറിയുന്നതാണ്. We are silently watching this and I think CSCO will continue. നമ്മളെല്ലാം പോയിട്ടുണ്ട്. CSCO ഹാസ് ടു കണ്ടിന്യൂ. അതൊരു എസെൻഷ്യൽ തിങ് ആണ് കോഴിക്കോടുള്ള തെക്കേപ്പുറം ഭാഗത്തുള്ള കമ്മ്യൂണിറ്റിക്ക്. ആൻഡ് അതൊരു മോർ ഇൻക്ലൂസീവായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ അലി ഫൈസൽ, സെക്രട്ടറി, മറ്റു CSCO ഭാരവാഹികൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CSCO അഭയം പ്രൊജക്റ്റിൻ്റെ 19ാമത്തെ തറയിടലാണ് നമ്മളിവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അലി ഫൈസൽ സാർ ഉദ്ഘാടനം ചെയ്തത്.